ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആര് വാങ്ങി തന്നു? ഈ ഒരു ചോദ്യം ഒരു കൊച്ചു കുട്ടിയോട് ചോദിച്ചാൽ അവൻ പറയും മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം, ഇൻഡിപെൻഡന്റ് ഹിസ്റ്ററി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട രണ്ട് പേരുകൾ, ഒന്ന് INC ആൻഡ് മഹാത്മാഗാന്ധി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മഹാത്മാഗാന്ധിയും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രധാനപ്പെട്ട ദേശീയ സമരങ്ങൾ ദ നാഷണൽ മൂവ്മെന്റ്സ്, സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഈ 3 ദേശീയ സമരങ്ങൾ മാത്രമാണോ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്? ബ്രിട്ടീഷുകാരെ നമ്മൾ പറഞ്ഞയച്ചതാണോ അതോ ബ്രിട്ടീഷുകാർ സ്വയം പോയതാണോ? വെൽക്കം ബാക്ക് ടു നിഹാൽ പെർസ്പെക്റ്റീവ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന വൈ ബ്രിട്ടീഷ് ലെഫ്റ്റ് ഇന്ത്യ, എന്തിന് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു. 20ാം നൂറ്റാണ്ടിൽ ലോകത്ത് തന്നെ മാറ്റിമറിച്ച പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങളാണ് വേൾഡ് വാർ 1 ആൻഡ് വേൾഡ് വാർ 2. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനും ശക്തമായ സ്വാധീനം ഈ 2 യുദ്ധങ്ങൾക്കുണ്ട്. 1914-18 കാലഘട്ടത്തിലാണ് 1ാം ലോക മഹായുദ്ധം സംഭവിക്കുന്നത്. ഇതേ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട പല വഴിത്തിരിവുകളും സംഭവിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1915 ജനുവരി 9 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. ആൻഡ് ദ സെക്കൻഡ് ഇമ്പോർട്ടന്റ് തിങ്, 1ാം ലോക മഹായുദ്ധം ബ്രിട്ടന് വലിയ സാമ്പത്തിക നഷ്ടം ഏൽക്കേണ്ടി വന്നു. ഒന്നാം ലോക മഹായുദ്ധം ബ്രിട്ടന് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. അന്നത്തെ കണക്ക് പ്രകാരം $3.25 ബില്യൺ ബ്രിട്ടന്റെ നഷ്ടം. ബ്രിട്ടന്റെ സാമ്പത്തിക മേഖല ആകെ ഇല്ലാതായി, ബ്രിട്ടന്റെ ട്രേഡുകൾ, കച്ചവടങ്ങൾ ഇല്ലാതെയായി, ബ്രിട്ടന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, പല കൺസ്ട്രക്ഷനും ബിൽഡിംഗ്സും ഒക്കെ തകർന്നു തരിപ്പണമായി. 1ാം ലോക മഹായുദ്ധാനന്തരം പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ ആയിട്ടോ ബ്രിട്ടൻ ഒരുപാട് പണം ആവശ്യമായി വന്നു. ഇതിന്റെ എല്ലാം ദുരിതം അനുഭവിക്കേണ്ടി വന്നത് ബ്രിട്ടന്റെ കോളനിയായിരുന്ന ഇന്ത്യയായിരുന്നു. ഇന്ത്യയിലെ ടാക്സ് അവർ വർദ്ധിപ്പിച്ചു, ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇന്ത്യയിലെ കസ്റ്റംസ് ഡ്യൂട്ടീസ് വർദ്ധിപ്പിച്ചു. അതുപോലെ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ യുവാക്കളെ നിർബന്ധിച്ചുകൊണ്ട് ബ്രിട്ടന്റെ ആർമിയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തി. ഇതിന്റെ എല്ലാം തീവ്രതയിൽ രാജ്യവും ജനങ്ങളും ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ഗാന്ധിജി തന്റെ ദേശീയ സമരത്തിലേക്ക് ഇറങ്ങുന്നത്. ബ്രിട്ടീഷുകാർ റൗലറ്റ് ആക്ട് കൊണ്ടുവന്നു. റൗലറ്റ് ആക്ട് ജാലിയൻ വാലാബാഗിലേക്ക് നയിച്ചു. ജാലിയൻ വാലാബാഗ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ സമരത്തിലേക്ക് നയിച്ചു. നിസ്സഹകരണ സമരം ഒരു പുതിയ സമരരീതി രാജ്യത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. എന്നാൽ 1920 മുതൽ 1940 വരെയുള്ള 20 വർഷക്കാലം സമരവും ചെറുത്തുനിൽപ്പുമായി ഇന്ത്യൻ ജനത ദേശീയബോധവും സ്വന്തം രാജ്യമെന്ന വികാരവും സംശീകരിച്ചു. 1940 ശേഷമാണ് വീണ്ടും ശക്തമായ മാറ്റങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സംഭവിക്കുന്നത്. 1942 ഓഗസ്റ്റ് 8, 2ാം ലോക മഹായുദ്ധം അതിന്റെ ഏറ്റവും മൂർധന്യത്തിൽ നിൽക്കുന്ന സമയം. ബോംബെയിൽ ചേർന്ന AICC മീറ്റിംഗിൽ ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞു, നമ്മൾ ബ്രിട്ടീഷുകാരോട് ഏറ്റവും അവസാനമായി ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു മന്ത്രം പറഞ്ഞുതരാം. ഡു ഓർ ഡൈ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ ആ പ്രവർത്തന പാതയിൽ നിങ്ങൾ മരിക്കുക. അതായത് ഇനി നമുക്ക് മറ്റൊരു അറ്റംപ്റ്റ് ഇല്ല. ദിസ് ഇസ് അവർ ലാസ്റ്റ് അറ്റംപ്റ്റ്. ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്താനുള്ള നമ്മുടെ ഏറ്റവും അവസാനത്തെ അറ്റംപ്റ്റ് ആണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഗാന്ധിജിയുടെ ഏറ്റവും അവസാനത്തെ ദേശീയ പ്രസ്ഥാനത്തിന്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് ഇന്ത്യയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. എന്നാൽ അതേസമയം 1943 സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂരിൽ ഇന്ത്യക്കായി ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചു, ആസാദ് ഹിന്ദ് ഗവൺമെന്റ്. ഗാന്ധിജി ബ്രിട്ടീഷുകാരോട് ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ ഐ വിൽ മേക്ക് ദം ക്വിറ്റ് എന്നാണ് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത്. ഗാന്ധിജിയുടെ നോൺ വയലൻസിന് അപ്പുറത്തേക്ക് ഒരു സായുധ കലാപത്തിലൂടെ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കുക എന്നായിരുന്നു ബോസിന്റെ ലക്ഷ്യം. 2ാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടനെതിരെ പോരാടാനായി ശത്രുവിന്റെ ശത്രു മിത്രം എന്ന ധാരണയിൽ ആക്സിസ് പവറിന്റെ കൂടെ ജോയിൻ ചെയ്യുകയാണ് INAയും സുഭാഷ് ചന്ദ്രബോസും ചെയ്തത്. എന്നാൽ 2ാം ലോക മഹായുദ്ധത്തിൽ ആക്സിസ് പവർ പരാജയപ്പെട്ടു. അതോടൊപ്പം INAയും ഇന്ത്യൻ നാഷണൽ ആർമിയും പരാജയപ്പെടുകയാണ് ചെയ്തത്. ബ്രിട്ടനെതിരെ അണിചേർന്ന INAയെയും INAയിലെ സൈനികരുടെയും ബ്രിട്ടൻ ക്രൂരമായി തൂക്കിലേറ്റു. അത് ഇന്ത്യയിൽ ബ്രിട്ടന് വലിയ തിരിച്ചടിയായി. ഇന്ത്യൻ സൈനികർക്കിടയിൽ ബ്രിട്ടീഷ് വിരുദ്ധ വികാരവും INAയോടും സുഭാഷ് ചന്ദ്രബോസിനും വലിയ സഹതാപം ഉണ്ടാവുന്നത് കാരണമായി. ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ശക്തിപ്പെടുകയും അതിന് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആക്കം കൂട്ടുകയും ചെയ്തു. അവസാനം ഇത് എത്തിച്ചേർന്നത് ദ നാവൽ മ്യൂട്ടിനി ഓഫ് 1946. ബോംബെയിൽ നിന്നും ആരംഭിച്ച ഈ കലാപം 78ഓളം കപ്പലുകളിലേക്കും 20ഓളം വരുന്ന നേവൽ ബേസിലേക്കും വ്യാപിച്ചു.
1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. രണ്ടാം ലോക മഹായുദ്ധം ലോകത്തുണ്ടായ ഒരു പുതിയ കാലാവസ്ഥ വീണ്ടും ബ്രിട്ടനെ പ്രതികൂലമായി ബാധിച്ചു. നമ്പർ 1, ബ്രിട്ടൻ സാമ്പത്തികമായി തകർന്നു. ഒരു കോളനി നിലനിർത്താനുള്ള സാമ്പത്തികം ബ്രിട്ടന്റെ കയ്യിൽ ഇല്ലാതെയായി. നമ്പർ 2, ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ സൈന്യത്തോടുള്ള വിശ്വാസം നഷ്ടമായി. ഇന്ത്യ പോലത്തെ വലിയ രാജ്യത്ത് ആ രാജ്യത്തെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പണം മാത്രം പോരാ, നല്ലൊരു സൈന്യം അവർക്ക് വേണം. ആ സൈന്യം ഇന്ന് അവർക്കില്ല എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി. നമ്പർ 3, രണ്ടാം ലോക മഹായുദ്ധാനന്തരം USA-യും USSR-ഉം ലോകത്തിലെ ഏറ്റവും വലിയ 2 ശക്തികളായി മാറി. ഇവ രണ്ടുപേരും സാമ്രാജ്യത്തെയും കോളനിവൽക്കരത്തെയും ശക്തമായി എതിർത്തു. ഈ പ്രഷറും ബ്രിട്ടന് നേരിടേണ്ടി വന്നു. നമ്പർ 4, ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടനിൽ അധികാരത്തിലെത്തിയ പുതിയ ലേബർ പാർട്ടി. സാമ്രാജ്യത്തെ വിരുദ്ധ വികാരങ്ങൾ ലോകത്ത് ശക്തി പ്രാപിക്കുന്ന കാലഘട്ടം. ഇനിയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാതിരിക്കുന്നത് അത് ധാർമ്മികമായി ശരിയല്ല എന്ന തീരുമാനത്തിലോ ലേബർ പാർട്ടി എത്തി. നമ്പർ 5, UN, യുണൈറ്റഡ് നേഷൻ, ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു പങ്ക് വഹിച്ചു എന്ന് പറയാൻ സാധിക്കും. വ്യത്യസ്ത ആശയങ്ങളുടെയും വ്യത്യസ്ത നിലപാടുകളുടെയും ആഗോള താല്പര്യങ്ങളുടെയും ആകെ തുകയായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. എന്നാൽ അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഗാന്ധിജിയുടെയും പങ്ക് അത് വളരെ വലുത് തന്നെയാണ്, ഒരു സംശയവുമില്ല. എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം മാത്രം ലക്ഷ്യമായി കണ്ട് പ്രവർത്തിച്ച മറ്റു സംഘടനകളെയും നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. 1757 സാമ്രാജ്യത്തെ കൂടി ഇന്ത്യയിൽ നാട്ടിയ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം. 1947 ഓഗസ്റ്റ് 24 അവസാനമായി അവർ ഇന്ത്യയിൽ നിന്നും പടിയിറങ്ങി. 190 വർഷത്തെ ഭരണത്തിന് ശേഷം, 190 വർഷത്തെ ചൂഷണത്തിന് ശേഷം ഇന്ത്യ സ്വന്തം രാജ്യമായി മാറി. ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നമ്മൾ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ഒരുപാട് ആളുടെ ചോരയും നീരും ജീവിതവും ജീവനുമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഇന്നും ആ സ്വാതന്ത്ര്യം കൃത്യമായി നമ്മൾ അനുഭവിക്കുന്ന രീതിയിലേക്ക് നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടോ? എല്ലാവരിലേക്കും ഈ സ്വാതന്ത്ര്യത്തിന്റെ മധുരം എത്തിയിട്ടുണ്ടോ? സോ ദിസ് ഇസ് നിഹാൽ പെർസ്പെക്റ്റീവ്. ഹിയർ ഐ ആം ഡിസ്കസിംഗ് തിങ്സ് ത്രൂ മൈ പെർസ്പെക്റ്റീവ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. സോ അടുത്തൊരു എപ്പിസോഡുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.